ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിശൈലിയിൽ വന്ന പ്രധാന മാറ്റങ്ങൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും 1-2 ഗോളുകൾക്ക് ലീഡെടുത്ത ശേഷം 2 ഗോളുകൾക്ക് ഒഡീഷയോട് പരാജയപ്പെട്ടെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിൽ ഇവാൻ വൊക്കോമനോവിച്ച് വരുത്തിയ ചില പ്രധാന മാറ്റങ്ങൾ ശരിക്കും 100% സക്സസ്ഫുൾ തന്നെയായിരുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായി തന്നെ ലേറ്റസ്റ്റ് ഫുട്ബോൾ അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ISLൻ്റെ രണ്ടാം വരവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരമായിരുന്നു എവേ മത്സരത്തിൽ കലിംഗയിൽ ഒഡീഷ FC. മത്സരത്തിൽ കളിയുടെ ആദ്യ പകുതിയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡെടുത്തെങ്കിലും രണ്ടാം പകുതിയുടെ 54-57 മിനിറ്റുകളിൽ തുടർച്ചയായി 2 ഗോൾ റോയ് കൃഷ്ണ നേടിയതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ പരാജയപ്പെടുകയായിരുന്നു. അങ്ങനെ ഒരിക്കൽ കൂടി എവേ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് അടിയറവ് പറയേണ്ടി വന്നു. അതോടൊപ്പം തന്നെ കരിങ്കയിൽ ഒഡീഷ FCയുടെ ഹോം തട്ടകമായിട്ടുള്ള ഹോം ഗ്രൗണ്ടായിട്ടുള്ള കലിംഗയിൽ ഒരിക്കൽ കൂടി ബ്ലാസ്റ്റേഴ്സിന് നിരാശ. തോറ്റെങ്കിൽ പോലും അല്ലെങ്കിൽ പരാജയപ്പെട്ടെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിശൈലിയിൽ ഇവാൻ വൊക്കോമനോവിച്ച് വരുത്തിയ ചില പ്രധാന മാറ്റങ്ങൾ അത് 100% സക്സസ് തന്നെയായിരുന്നു. പ്രത്യേകിച്ചും എഡ്രിയാൻ ലൂണ, ക്വാമി പെപ്ര തുടങ്ങിയ താരങ്ങളില്ലാതെ ഇറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം അറ്റാക്കിങ്ങിൽ ക്വാമി പെപ്ര ദിമി സഖ്യമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ISLൻ്റെ ആ ഒരു ആദ്യ വരവിൽ ഇറങ്ങിയത്. സൂപ്പർ കപ്പിലും ഈ ഒരു കോംബോ തന്നെയായിരുന്നു, വളരെ സക്സസ്ഫുൾ കോംബോ തന്നെയായിരുന്നു. എസ്പെഷ്യലി അവസാന ISLൻ്റെ ആദ്യ പാർട്ടിൽ അവസാന കുറച്ച് മത്സരങ്ങൾ ക്വാമി പെപ്ര തുടർച്ചയായി ഗോളുകൾ നേടിയതും സൂപ്പർ കപ്പിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗോൾ വേട്ട നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു താരത്തിന് പരിക്ക് പറ്റി പോയപ്പോഴായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് പകരം കഴിഞ്ഞ മത്സരത്തിൽ ഒഡീഷ FCക്കെതിരെ ഇഷാൻ പെഡ്ഡയെ പോലൊരു മികച്ച സ്ട്രൈക്കർ സ്കോഡിലുണ്ടായിട്ട് പോലും മലയാളി യുവതാരമായിട്ടുള്ള നിഹാൽ സുധീഷിനെയായിരുന്നു അന്ന് ഇവാൻ വൊക്കോമനോവിച്ച് ദിമിത്രോസ് ഡയമന്തക്കോസിനൊപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിങ്ങിൽ അണിനിരത്തിയത്. ശരിക്കും അത് വളരെ വളരെ സക്സസ്ഫുൾ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും ആ യുവതാരത്തിൻ്റെ പ്രകടനം പറയാതിരിക്കാൻ പറ്റില്ല. കളിയുടെ തുടക്കത്തിൽ തന്നെ ദിമിത്രോസ് ഡയമന്തക്കോസിന് മികച്ച ഒഡീഷ ബോക്സിന് സമാന്തരമായി നൽകിയ പാസിൽ ദിമിത്രോസിൻ്റെ ആ ഒരു ഫസ്റ്റ് ടൈം ടച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് 1-0. അതിനുശേഷം മികച്ച അല്ലെങ്കിൽ ആദ്യ പകുതിയിൽ നിരന്തരം കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയുടെ പോസ്റ്റിൽ അപകടങ്ങൾ വിതച്ചുകൊണ്ടിരുന്നെങ്കിൽ ഈ ഒരു കോംബോ തന്നെയായിരുന്നു ദിമിത്രോസ് ഡയമന്തക്കോസ് ഒപ്പം നിഹാൽ സുധീഷും ചേർന്ന ആ ഒരു ഇരുവരുടെയും അറ്റാക്കിംഗ് എബിലിറ്റി തന്നെയായിരുന്നു അന്ന് ഒഡീഷ FCക്കെതിരെ ആദ്യ പകുതിയിൽ കേരളത്തിൻ്റെ നിരന്തരം ഒരു 3/4 ഭാഗത്തോളം മുന്നേറ്റങ്ങളിലും കണ്ടത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട മാറ്റം തന്നെയായിരുന്നു മിഡ്ഫീൽഡിൽ മുഹമ്മദ് ഐമൻ, മുഹമ്മദ് അസ്ഹർ എന്നിവരെ ഡാനിഷ് ഫറൂഖിനും അതോടൊപ്പം തന്നെ ഡെയ്സുഗി സക്കായിക്കൊപ്പം കളിക്കാനിറക്കിയത്. സാധാരണ KP രാഹുൽ, ഡാനിഷ് ഫറൂഖ്, മുഹമ്മദ് ഐമൻ, എഡ്രിയാൻ ലൂണ പരിക്ക് പറ്റി പോയാൽ തന്നെ ഡെയ്സുഗി സക്കായി ആയിരുന്നു ആ ഒരു പൊസിഷനിൽ ബ്ലാസ്റ്റേഴ്സ് സാധാരണ ISLൻ്റെ ആ ഒരു ആദ്യ പാർട്ടിലൊക്കെ ഇറക്കിയത് ലൂണയ്ക്ക് പരിക്ക് പറ്റിയതിന് ശേഷം. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ KP രാഹുൽ കളിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് പകരമായിരുന്നു മുഹമ്മദ് ഐമൻ്റെ ഇരട്ട സഹോദരനായ മുഹമ്മദ് അസ്ഹറിനെ കൂടി ബ്ലാസ്റ്റേഴ്സ് 11ലേക്ക് തിരികെ എത്തിച്ചത്. ശരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിലെ കാര്യമായ മാറ്റം തന്നെയായിരുന്നു. ഇരട്ട സഹോദരങ്ങളുടെ ഒപ്പം ഡാനിഷ് ഫറൂഖും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സബ്ബായിട്ട് മാത്രം കളിച്ചുകൊണ്ട് നമുക്കറിയാം എഡ്രിയാൻ ISLൻ്റെ ആദ്യ ഭാഗത്ത് 1-2 മത്സരങ്ങളിൽ മാർക്കോ ലെസ്കോവിച്ചിന് പരിക്ക് പറ്റിയ സാഹചര്യത്തിൽ 4 വിദേശ താരങ്ങളുടെ കോട്ട തയ്ക്കാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ലൂണയ്ക്കൊപ്പം ഡെയ്സുഗി ആദ്യ 11-ൽ തന്നെ മിഡ്ഫീൽഡിൽ കളിപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീട് ലെസ്കോ മടങ്ങി വന്നതിന് ശേഷം എഡ്രിയാൻ ലൂണ പരിക്ക് പറ്റി പോയതിനു ശേഷവും ഡിഫൻസിൽ 2 ഫോർവേഡ്സും വിദേശ ഫോർവേഡ്സും ഒപ്പം അറ്റാക്കിങ്ങിൽ ദിമി ക്വാമി സഖ്യമായിരുന്നു. അപ്പോഴും ഡെയ്സുഗി സക്കായി ബെഞ്ചിൽ തന്നെയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഒഡീഷ FCക്കെതിരെ മത്സരത്തിലൂടെയാണ് ഡെയ്സുഗി വീണ്ടും ബ്ലാസ്റ്റേഴ്സിന് 11ലേക്ക് തിരികെ എത്തിയത്. അതും ഫെഡോർ ചെർണിച്ച് എന്ന ലിത്വാനിയൻ നാഷണൽ ടീമിൻ്റെ നായകൻ നമുക്കറിയാം എഡ്രിയാൻ ലൂണയ്ക്ക് പകരക്കാരനായി ടീമിലെത്തിച്ച ഫെഡോർ ചെർണിച്ചിനെയും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഡ്യൂറൻഡ് കപ്പിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുകയും പിന്നീട് ലോണിൽ ഗോകുലത്തിലേക്ക് അവിടെയും മികച്ച പ്രകടനം പുറത്തെടുത്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് തിരിച്ചെത്തിയ ഇമ്മാനുവൽ ജസ്റ്റിനെ മറികടന്നായിരുന്നു ഡെയ്സുഗി സക്കായി 11ലേക്ക് എത്തിയത്. ഒപ്പം മുഹമ്മദ് അസ്ഹർ കൂടി എത്തിയതോടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിര ആദ്യ പകുതിയിൽ ശരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മികച്ച പ്രകടനം തന്നെയായിരുന്നു മധ്യനിരയിലും അറ്റാക്കിങ്ങിൽ എത്തുമ്പോഴും ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ കാണിച്ചത്. ഒഡീഷയുടെ ടീമിൽ പ്രധാനപ്പെട്ട മാറ്റം നമുക്കറിയാം അഹമ്മദ് ജാഹൂൻ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായ പോരാട്ടത്തിൽ ആദ്യ പകുതിയിൽ ശരിക്കും ഒരു അഹമ്മദ് ജാഹു നമുക്കറിയാം ISL എക്സ്പീരിയൻസ്ഡ് താരമാണ്. മൊറോക്കൻ ഇൻ്റർനാഷണൽ അഹമ്മദ് ജാഹു കേരളക്കെതിരായ മത്സരത്തിൽ ശരിക്കും കുറേ അധികം മിസ്സുകൾ താരം നടത്തിയത് നമ്മൾ കണ്ടിരുന്നു. നിരന്തരം താരത്തിൻ്റെ കയ്യിൽ നിന്നും മിസ് പാസുകളും അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ വളരെ അനായാസം താരത്തിൽ നിന്ന് പന്തുകൾ റാഞ്ചി നമ്മൾ കണ്ട കാര്യം തന്നെയായിരുന്നു.
ശരിക്കും അതൊക്കെ ഒരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒന്നിലധികം ഗോളുകൾ നേടാനുള്ളൊരു വളരെ ഗോൾഡൻ ചാൻസ് തന്നെയായിരുന്നു. അപ്പുറത്ത് അഹമ്മദ് ജാഹു പന്തുകൾ തുളയ്ക്കുമ്പോൾ ഇന്നീ വർഷത്തെ കേരള ബ്ലാസ്റ്റേഴ്സിനും അതുപോലെ ഒരു മിസ്സുകൾ നടത്തിയൊരു താരമായിരുന്നു ഡാനിഷ് ഫറൂഖ്. നമുക്കറിയാം, ഡാനിഷ് ഫറൂഖ് ബംഗളൂരു എഫ് സിയിൽ നിന്നാണ് കഴിഞ്ഞ സീസണിൻ്റെ പകുതിയിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഡാനിഷ് ഫറൂഖിനെ കൂടുതലേക്ക് എത്തിച്ചത്. ഈ സീസണിൻ്റെ ആദ്യ ഭാഗത്തിൽ തുടർച്ചയായ 2 മത്സരങ്ങളിൽ നിന്ന് താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ നേടിയിരുന്നു. അതിനുശേഷവും മികച്ച പ്രകടനം തന്നെയായിരുന്നു ജമ്മു കാശ്മീർ താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചത്. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ കുറേയധികം മിസ്സുകളാണ് താരത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിന് ഗോൾ വഴങ്ങിയില്ലെങ്കിൽ പോലും നിരന്തരം താരത്തിൽ നിന്ന് പന്തുകൾ ഒഡീഷയുടെ താരങ്ങൾ റാഞ്ച് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ നിരന്തരം മിസ് പാസുകൾ. ഇപ്പോൾ ഒഡീഷയുടെ ഒരു മിസ് പാസ് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ പിടിച്ചെടുത്തെങ്കിൽ പോലും ഡാനിഷ് ഫറൂഖിൻ്റെ മിസ്സിലൂടെ അത് ഈക്വലായി തന്നെയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ പൊയ്ക്കൊണ്ടിരുന്നത്. ഇനി അടുത്ത മത്സരം ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം കൊച്ചിയിലാണ് ഫെബ്രുവരി 12-ാം തീയതി റൗണ്ട് ഗ്ലാസ് പഞ്ചാബ് എഫ് സിയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തം തട്ടകമായ കൊച്ചിയിൽ നേടാനൊരുങ്ങുന്നത്. അപ്പോൾ അടുത്ത മത്സരത്തിൽ പോകുമ്പോൾ ശരിക്കും ഇവാൻ വെക്കോമൻ വെച്ചിട്ട് ടാക്ടിക്സിൽ പ്രധാനമായും വരാൻ പോകുന്ന മാറ്റങ്ങൾ തന്നെയായിരിക്കും. നിഹാൽ സുധീഷ്, ഡെയ്സുകി സക്കായ് വീണ്ടും 11-ൽ തന്നെ സ്ഥാനം ഉറപ്പിക്കാനുള്ള സാധ്യതയാണ്. അങ്ങനെയാണെങ്കിൽ ഫെഡോർ ചെർണേച്ചും ഇമാനുവൽ ജസ്റ്റിനും ഒരു പക്ഷേ അടുത്ത മത്സരത്തിലും ബെഞ്ചിലിരിക്കേണ്ടി വരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.